കശ്മീർ എന്ന് കേട്ടാൽ മനോഹരമായ മഞ്ഞുമലകളും പുൽത്തകിടികളും താഴ്വരകളുമാകും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക. എന്നാൽ അതുമാത്രമല്ല കശ്മീർ താഴ്വര. കശ്മീർ താഴ്വരയിൽ പലതരം ജീവിതങ്ങളുണ്ട്. മാസങ്ങളോളം ആടുമേയ്ച്ച് ഉപജീവനം കണ്ടെത്തുന്ന ബിക്രി വാലകളെ പരിചയപ്പെടുത്തുകയാണ് റിപ്പോർട്ടർ TV സംഘം. ഇവർ ആടുമേയ്ച്ച് 20 ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇനി 6 മാസം കഴിഞ്ഞ് മാത്രമേ അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവുകയുള്ളൂ. അതിനിടയിൽ ഈ ആടുകളെ വിൽക്കും, ആടുകളെ മറ്റ് കടകളിൽ കൊടുക്കും, അതിൽ നിന്നും പണം കണ്ടെത്തും. ആ രൂപത്തിലാണ് ഇവരുടെ ജീവിതം പോകുന്നത്. आपका नाम क्या है? फारूक अली. नज़ाकत अली. हाँ जी. हमारा ये भेड़ बकरी का काम है सर. भेड़ बकरी है. 20 ദിവസം മുമ്പ് ഇവർ പുറത്തിറങ്ങിയത്. कब पहुंचेगा वापस? नवंबर दिसंबर में. नवंबर दिसंबर. कितने महीना ऐसे पैदल? अभी तो 2-4 महीने ऐसे निकल जाते हैं हमारी पहाड़ियों में. हाँ बेचें, बिक्री कर देते हैं सर. बिक्री करते हैं बस ये जंगल में ऊपर मांबल के जंगल में. हाँ क्या करेंगे, जिंदगी ऐसे बनाते हैं. उसका जिंदगी हमारा अच्छा है भाई. बहुत अच्छा लगता है हमको. हाँ जी बहुत अच्छा. ठंडी हवा चल रही है यहाँ पहलगाम में. വലിയ തണുപ്പാണ്. നമ്മളിവിടെ പഹൽഗാമിൽ താമസിക്കുമ്പോഴേ, പഹൽഗാമിൻ്റെ ഒരു താഴ്വാരമാണിത്, താമസിക്കുമ്പോഴറിയാം -1 ഇന്നലെ രാത്രിയൊക്കെ അനുഭവപ്പെട്ട തണുപ്പ്. അവിടെ ഇവർ മറ്റൊന്നും ഒരു സംവിധാനവും ഇല്ലാതെ, ടെൻറ്റ് പോലും ഇല്ലാതെ കിടക്കുകയാണ്. അവരുടെ ജീവിതം, അതിലവർ സന്തോഷവാന്മാരാണ്, ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ദൈവം തന്ന ജീവിതമാണ്, അതിൽ സന്തോഷമുണ്ട്. अच्छा कमाई मिलता है. ये अच्छा कमाई है, बस इससे चलाते हैं. खाना पीना सब जो भी अपने बच्चों की पढ़ाई का खर्चा जो भी है इनसे निकाल देते हैं. और तो हमें को हमदाद को है नहीं किसी की. ഇവരുടെ മക്കളുടെ ജീവിതവും എല്ലാം ഇതിൽ നിന്നാണ് അവർ അതിന് പണം കണ്ടെത്തുന്നത്, ഉപജീവനം കാണുന്നതെന്നാണ് പറയുന്നത്. രാത്രിയും कोई चोर आने तो क्या करें? कुत्ता ये हमारे पास आपका पास कुत्ता है? हाँ कुत्ता है. चोर आ जाए तो कुत्ता ये हमारे साथ ये पूरा पता लगा देता है. हाँ जी कुत्ता पता लगा देते हैं रात को. हाँ जी देर आ जाए तब भी लगा देता है. बालू आ जाए जो भी आ जाए. वो बालू आ जाता तो रात को बालू आ गया सही, से भगा दिया. फिर हमने उठ के डंडा लगा देते हैं बालू को रात को. രാത്രി കരടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വന്നാലും, വന്യമൃഗങ്ങൾ വന്നാലും, പട്ടിയുണ്ട് ഇവരുടെ കൈവശം. ആ പട്ടി കുരയ്ക്കുകയും അതിനെയൊക്കെ വന്യമൃഗങ്ങളെ ഓടിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും ഇവരുടെ ജീവിതം വളരെ മനോഹരവും ആശ്ചര്യജനകവുമാണ് എന്ന് പറയേണ്ടി വരും. പഹൽഗാം താഴ്വരയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ കശ്മീർ.